വെൽക്കം ടു മെട്രോ മാറ്റിനി ന്യൂസ്. മനസ്സിനക്കരെ എന്ന മലയാള സിനിമയുടെ വെള്ളിത്തിരയിലെത്തി ഇന്ന് തെന്നിന്ത്യൻ സിനിമയിലെ ലേഡി സൂപ്പർ സ്റ്റാറായി ഉയർന്നു നിൽക്കുകയാണ് നയൻതാര. സിനിമയ്ക്ക് പുറമെ കോസ്മെറ്റിക് ഉൽപ്പന്നങ്ങളുടെ സംരംഭവും താരം നടത്തുന്നുണ്ട്. കരിയറിൽ 25 വർഷങ്ങൾ പൂർത്തിയാക്കിയ നയൻതാര ഇപ്പോൾ ഭർത്താവ് വിഘ്നേഷ് ശിവനും ഇരട്ട കുട്ടികൾക്കൊപ്പം ജീവിതം ആസ്വദിക്കുകയാണ്. ഇതിനിടെ പലപ്പോഴും വിമർശനങ്ങളും നയൻതാരയെ തേടി എത്താറുണ്ട്. ഷൂട്ടിങ്ങുകളും സിനിമകളുമായി ബന്ധപ്പെട്ട താരത്തിനെതിരെ നിരന്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആളാണ് നിർമ്മാതാവും യൂട്യൂബറും കൂടിയായ അന്തനൻ. 8 പേർക്കൊപ്പമാണ് നയൻതാര ഷൂട്ടിംഗ് സെറ്റിൽ വരുന്നതെന്ന് മുൻപ് പലപ്പോഴും പരാതികൾ വന്നിട്ടുണ്ട്. ഇപ്പോഴിതാ കുട്ടികളുടെ ആയമാർക്കൊപ്പമാണ് നയൻ സെറ്റിൽ എത്തുന്നതെന്നും അവർക്ക് നിർമ്മാതാക്കൾ കാശ് കൊടുക്കണമെന്നും അന്തനൻ പറയുന്നു. കുഞ്ഞുങ്ങളുടെ 2 ആയമാരായാണ് നയൻതാര ഇപ്പോൾ ഷൂട്ടിംഗ് സെറ്റിൽ വരുന്നത്. അവർക്ക് നിർമ്മാതാക്കൾ കാശ് കൊടുക്കണം. അതിലെന്തെങ്കിലും ന്യായമുണ്ടോ? കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി അവരെ നോക്കാൻ ആയയെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അവർക്ക് കാശ് കൊടുക്കേണ്ടത് നിങ്ങളല്ലേ, അല്ലാതെ നിർമ്മാതാക്കളല്ലല്ലോ എന്നാണ് അന്തനൻ പറയുന്നത്. ദി വിസിൽ എന്ന തമിഴ് യൂട്യൂബ് ചാനലിനോടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. സ്വന്തം കല്യാണത്തിന് വരെ വിറ്റ ആളാണ് നയൻതാര. നെറ്റ്ഫ്ലിക്സിൽ വലിയൊരു തുകയ്ക്കാണ് അവർ വിവാഹം വിറ്റത്. അത്തരത്തിൽ എല്ലാത്തിനെയും വ്യാപാരമായി മാത്രം കാണുന്ന നിലയിലേക്ക് നയൻതാര എത്തിക്കഴിഞ്ഞു. വലിയൊരു വളർച്ചയിലെത്തിയ ആളാണ് അവർ. ഇപ്പോഴിതെല്ലാം റിവേഴ്സ് ഗിയറിലാണ്, പടങ്ങളൊന്നും ഓടുന്നില്ല എന്നും അന്തനൻ പറയുന്നു. നേരത്തെ 12 കോടിയാണ് നയൻതാര ഒരു സിനിമയ്ക്ക് വേണ്ടി വാങ്ങുന്നതെന്നാണ് ഇയാൾ പറഞ്ഞിരുന്നത്. എന്തിനാണ് ഇത്രയും വലിയ പ്രതിഫലം നൽകുന്നതെന്നും തുടരെ സിനിമകൾ പരാജയപ്പെടുകയാണല്ലോ എന്നും ഇയാൾ ചോദിച്ചിരുന്നു. ഇതിനു മുമ്പും അന്തനൻ നയൻതാരയെ സംബന്ധിച്ച് ഏറെക്കുറെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരുന്നു. മക്കൾ പറഞ്ഞ ശേഷം ഷൂട്ടിങ്ങിന് പ്രത്യേക നിബന്ധനകളുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. 11 മണിക്ക് ഷൂട്ടിങ്ങിന് എത്തും, വീടിന് 20 കിലോമീറ്ററിന് അപ്പുറത്ത് ഷൂട്ടിങ്ങിന് എത്തില്ല എന്നീ നിബന്ധനകളാണ് നടിക്കുള്ളതെന്നും അന്തനൻ പറഞ്ഞിരുന്നു. ഇതിനിടെ നടി താമസിക്കുന്ന അപ്പാർട്ട്മെന്റിലെ അയൽവാസികളുമായി പ്രശ്നത്തിലാണെന്നാണ് അന്തനൻ പങ്കുവച്ച വിവരം. ദേശീയക്കാരിയായ നയൻതാരയെ അയൽവാസികൾ സഹിക്കുകയാണെന്ന് അന്തനൻ പറയുന്നു. എന്റെ സുഹൃത്ത് ഈ അപ്പാർട്ട്മെന്റിലുണ്ട്. അവന്റെ കുടുംബങ്ങൾ നാട്ടിൽ നിന്ന് വന്നു. കുട്ടികളെല്ലാം ഉണ്ട്. സ്വിമ്മിംഗ് പൂളിൽ കുളിക്കണമെന്ന് അവർക്ക് ആഗ്രഹം. അവിടെ പോയപ്പോൾ നയൻതാര 2 കുട്ടികളെ കൊണ്ട് ഇരിക്കുന്നുണ്ട്. ഈ കുട്ടികൾ പൂളിൽ കളിച്ച് ആസ്വദിക്കവേ അത് വീഡിയോ എടുത്തു. ക്യാമറ തിരിച്ചപ്പോൾ നയൻതാരയുടെ കുട്ടികളും അതിൽ പതുങ്ങി. ഓടി വന്ന നയൻതാര ഫോൺ പിടിച്ചു വാങ്ങി എല്ലാവരെയും ആട്ടിപ്പായിച്ചു. കരഞ്ഞുകൊണ്ടുവന്ന കുട്ടികൾ ആ ആന്റി ഞങ്ങൾ വിരട്ടി വിട്ടെന്ന് പറഞ്ഞു. അവർ വഴക്കിന് പോയില്ല. മറ്റൊരു കാര്യം, നയൻതാരയ്ക്ക് 50 മുതൽ 60 ചെരുപ്പുകൾ വരെയുണ്ട്. ഇത് വീടിനുള്ളിൽ വെക്കില്ല. അപ്പാർട്ട്മെന്റിന് പുറത്ത് ഇങ്ങനെ ചെരുപ്പ് വെക്കുന്നത് അടുത്തുള്ളവർക്ക് ദേഷ്യം ഉണ്ടാക്കുന്നുണ്ട്. ഈ ചെരുപ്പുകൾ ഉള്ളിൽ വെച്ചുകൂടെ എന്ന് ചോദിച്ചതിന് അതൊരു വലിയ പ്രശ്നമായി. വീട്ടിലെ ജോലിക്കാർക്ക് ഈ ചെരുപ്പുകൾ തുടച്ചു വെക്കണം. ഡെലിവറി ബോയുമായും നയൻതാരയ്ക്കും പ്രശ്നമുണ്ടെന്ന് അന്തനൻ പറയുന്നു. നയൻതാരയുടെ അപ്പാർട്ട്മെന്റിലേക്ക് കയറാൻ അവർ ഭയപ്പെടുന്നു. വരുന്നവരെല്ലാം വഴക്കു പറയുന്നു. ഇതെല്ലാം ഇവിടെ പോയി അവസാനിക്കുമെന്നറിയില്ല. മക്കളെ ആരും ശല്യപ്പെടുത്താൻ പാടില്ല. അടുത്തു പോയാൽ പോലും വഴക്കിടുന്നു. പോയിസ് ഗാർഡനിൽ ബാഷ്യം അപ്പാർട്ട്മെന്റിൽ ഒരു വലിയ വീട് നയൻതാര വാങ്ങിയിട്ടുണ്ട്. ആ വീട്ടിലേക്ക് മാറിയിട്ടില്ല. താരവും കുടുംബം ആ വീട്ടിലേക്ക് മാറട്ടെ എന്നാണ് അപ്പാർട്ട്മെന്റിലുള്ളവർ പ്രാർത്ഥിക്കുന്നതെന്നും അന്തനൻ പറഞ്ഞു. നേരത്തെ താമസിച്ച അപ്പാർട്ട്മെന്റിലും ഇതുപോലുള്ള പ്രശ്നങ്ങൾ നയൻതാര ഉണ്ടാക്കിയിട്ടുണ്ടെന്നും അന്തനൻ തുറന്നു പറഞ്ഞിരുന്നു.